സ്വീഡനിൽ നിന്ന് ഉഴുതുമറിച്ച് കൊണ്ടുവന്ന മണ്ണ് ഇട്ടിട്ടാണ് സീലാൻഡ് എന്ന് പറയുന്ന കോപ്പൻഹേഗൻ നിൽക്കുന്ന ഈ ദ്വീപ് ഉണ്ടായത്. അത് സ്വീഡനിൽ നിന്ന് എടുത്ത മണ്ണാണ്. അപ്പോൾ ഈ സ്വീഡനിൽ നിന്ന് ഈ മണ്ണ് എടുത്ത സ്ഥലം ഇന്ന് പിന്നീട് ഒരു വലിയ തടാകമായി മാറി. ആ തടാകത്തിൻ്റെ പേര് മലാറൻ തടാകം എന്നാണ്. മലാറൻ തടാകം. അതിനെ അനുസ്മരിക്കുന്ന ഒരു വലിയ ശില്പമാണ് ഈ ഗഫിയോൺ ഫൗണ്ടനിൽ വെച്ചിട്ടുള്ള ശില്പം. ആ ശില്പം കണ്ടാൽ ഗഫിയോൺ തൻ്റെ 4 ആൺമക്കളെയും കാളകളാക്കിയിട്ട് എത്ര കഠിനമായിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതിമനോഹരമായിട്ടുള്ള ഒരു ശില്പം, അതിമനോഹരമായിട്ടുള്ളൊരു ഫൗണ്ടനും. ഇനി ഇവിടുന്ന് ഈ ബസ് തിരിച്ചു പോകും. അതുകൊണ്ട് ബസ് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോകും. നമ്മൾ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്ററുകൾ നടന്നു പോകണം. അപ്പം ഈ ഫൗണ്ടൈനിൻ്റെ അടുത്ത് ഒരു പ്രസിദ്ധമായിട്ടുള്ള ചേർച്ച് ഉണ്ട്. അപ്പം ബെന്നി എല്ലാവരെയും അവിടെ കിടന്ന് ഇറക്കിയിട്ട് പറഞ്ഞു, ഇനി ഗൈഡും പറഞ്ഞു എല്ലാവരും ചേർച്ചിൽ പോവുക, ചേർച്ചിനകത്ത് കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു 15-20 മിനിറ്റ് എല്ലാവർക്കും തന്നു. 20 മിനിറ്റ് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഈ ഗഫിയോൺ ഫൗണ്ടൻ്റെ മുമ്പിൽ വരണം. ഇവിടുന്ന് നമ്മൾ നടക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്, അതുകൊണ്ട് ആരും ലേറ്റ് ആവരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി ആ പള്ളിയിലേക്ക് കടന്നു. ഈ ചേർച്ചിൻ്റെ പേര് സെൻറ്റ് ആൽബൻസ് ചേർച്ച് എന്നാണ്. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ സെൻറ്റ് ആൽബൻ്റെ പേരിലുള്ളതാണ് ഈ ചേർച്ച്. ഇത് 1887 പബ്ലിക്കിന് തുറന്നു കൊടുത്തത്. അപ്പോൾ ഈ പള്ളിയിലേക്ക് ഞങ്ങളെ എല്ലാവരെയും കയറ്റി. പലരും പല സമയങ്ങളിൽ അതിനുള്ള ചില ക്യൂരിയോസ് ഒക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ മേടിച്ച് കുറേ പേര് പ്രാർത്ഥിച്ച്, കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, അങ്ങനെ ഈ 15 മിനിറ്റ് 20 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടൈം ആയപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്നു. പിന്നെ ഉള്ളത് ഒരു നടത്തമാണ്. വിശാലമായ നടവഴിയാണ്. ആ വഴി കൂടെ ഒക്കെ നടന്നു പോകണം. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് പോകുന്ന സ്ഥലത്ത്. ഇതിൻ്റെ സൈഡിൽ വലിയ പഴയ കപ്പലിൻ്റെ ആങ്കറുകൾ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതുണ്ട്. പോകുന്ന വഴിയിൽ കണ്ട മറ്റൊരു അവിടെ ഈ പാസഞ്ചർ ബോട്ടുകൾ ഇതിൻ്റെ അടുക്കുന്ന ജെട്ടികളുണ്ട്. അങ്ങനെ സഞ്ചാരികളെല്ലാവരും വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും അവരവരുടെ സെൽഫി എടുത്തും അവരവരുടെ റീൽസിനുള്ള സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ അതിനുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ മതി മറന്ന് നടക്കണേ. എല്ലാവരും ഒരുമിച്ച് കൂട്ടമായിട്ടല്ല നടക്കുന്നത്. പലരും പല വേഗത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ഗൈഡ് മുമ്പിൽ ഒരു വളവ് തിരിയാണ്ട് നേരെ പോകേണ്ട സ്ഥലങ്ങളിൽ ആ ജംഗ്ഷനിൽ നിൽക്കും. എന്നിട്ട് ആൾക്കാർ മുഴുവൻ നേരെ വളഞ്ഞു പോകരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കും. അപ്പം ഈ പോകുന്ന യാത്രയിൽ ഒരു നഗ്നനായ ഒരു യുവാവിൻ്റെ ഒരു പ്രതിമ, വെങ്കല പ്രതിമ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എവിടെയോ ഞാൻ ഇതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. എനിക്കിത് അറിയാലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഡേവിഡ് എന്ന് പറയുന്ന ശില്പമാണത്. ഡേവിഡ് എന്ന് പറയുന്ന മൈക്കൽ ആഞ്ചലോയുടെ ലോക പ്രശസ്തമായ ശില്പം അവിടെ ഇങ്ങനെ വെയിലും മഞ്ഞും മഴയൊക്കെ കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഗോലിയാത്തിനെ നേരിടാൻ കയ്യിൽ കവണയും കല്ലുമായിട്ട് നിൽക്കുന്ന ഡേവിഡിൻ്റെ ശില്പം ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ഒറിജിനൽ ഉള്ളത്. അത് മാർബിളിൽ ചെയ്തിട്ടുള്ള ശില്പമാണ്. അതിൻ്റെ അതേ സൈസിലുള്ള വെങ്കല പ്രതിമയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ അടിയിൽ ഫലകത്തിൽ പേരും കുറച്ച് റോങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. മൈക്കൽ ആഞ്ചലോ ഒറ്റ വാക്കാണ്. ഇത് മൈക്കൽ ഏഞ്ചലോ എന്ന് തെറ്റായിട്ടാണ് അതിൽ എഴുതിയിരിക്കണമെന്ന് ഗൈഡ് പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് തമാശകൾ. പക്ഷെ ഇത് വെച്ച കാലത്ത് കുറച്ച് യാഥാസ്ഥിതികരായിട്ടുള്ള ഡാനിഷ് ആൾക്കാർ ഈ ഒരു പുരുഷൻ്റെ നഗ്നത കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് കാര്യമായിട്ട് വിലപ്പോയില്ല. എല്ലാ കാലത്തും ഇത്തരം സദാചാര കുരുതികൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. ശില്പത്തിന് ഈ അവാർഡ് ശില്പത്തിന് പാവാട ഇടിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അവാർഡ് കിട്ടിയ ശില്പം സ്ത്രീ ശില്പമാണ്. അപ്പോൾ അതിന് വീട്ടിൽ വെക്കുമ്പോൾ സ്കേർട്ടൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുള്ള ചില ആൾക്കാരെ എനിക്കറിയാം. അപ്പം അത്തരം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഈ ശില്പത്തിനെതിരെ വലിയ
പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോ ബെന്നി ഈ മുന്നോട്ട് പോയ ആളുകളെയൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വന്നപ്പോ ഒരാളെ കാണാനില്ല. അപ്പൊ ആകെ ടെൻഷനായി. അതൊരു സ്ത്രീയാണ് കാണാത്തതെന്ന് പറഞ്ഞു. ആരാതെന്ന് ആലോചിച്ച പെട്ടെന്ന് നമുക്ക് പിടികിട്ടി ആലിസ് ചേച്ചിയാണ്. ആലിസ് ചേച്ചി US നിന്ന് ന്യൂയോർക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവര് കേരളത്തില് ഇന്ത്യൻ ആർമിയില് നേഴ്സായിരുന്നു. കേണൽ പോസ്റ്റോ ക്യാപ്റ്റൻ പോസ്റ്റോ ഉണ്ടായിരുന്ന ആളാണ്. കൊച്ചിയില് അവര് നേഴ്സിംഗ് കോളേജ് നടത്തിയിരുന്നു. പിന്നീട് അവര് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഭയങ്കര സ്നേഹവും ഒക്കെയുള്ള ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു ലേഡിയാണ്. അവരെയാണ് മിസ്സായിരിക്കുന്നത്. അവര് പള്ളിയിൽ കുറച്ചധികം നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പോയി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ആരെയും കാണാനില്ല. പക്ഷെ പോകുന്ന സമയത്ത് നമ്മൾ ഈ വഴിയാണ് പോവാന്ന് പറഞ്ഞിരുന്നോണ്ട് അവർ കുറെ നേരം അവിടെ കാത്തു നിന്ന്, കരച്ചിലും വിളിയൊക്കെ ആയിട്ട് അവിടെ കാത്തു നിന്ന്. പിന്നെ ആരെയും കാണാണ്ടായപ്പോ അവര് അന്വേഷിച്ച് കറങ്ങി തിരിച്ച് വരുമ്പോ പകുതി വഴിയിൽ വെച്ചിട്ട് ബെന്നിനെ കിട്ടി. ബെന്നിക്ക് നല്ല ചീത്ത കിട്ടും. എന്നെ വിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത കിട്ടും. പിന്നെ ബെന്നി അവരെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് കൊണ്ട് ഞങ്ങളുടെ അടുത്ത് എത്തിയപ്പോ ഞങ്ങളത് തമാശയ്ക്ക് മാറ്റി അവസാനം അനുസരിച്ച് ചിരിച്ചു. അപ്പൊ അങ്ങനെ ആ ടെൻഷൻ തീർന്നു. ഈ വഴി നമ്മൾ നടന്ന് നടന്ന് പോകുന്നത് ഡാനിഷ് കൊട്ടാരത്തിലേക്കാണ്, രാജകൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ നടക്കുന്ന ഈ തുറമുഖത്തിന് കടൽ തീരത്ത് കൂടെ നടന്നിട്ട് നമ്മൾ തിരിയും. ഭയങ്കര കാറ്റാട്ടോ, നല്ല തണുപ്പും നല്ല കാറ്റുണ്ട്. രാവിലെ നേരത്തെ നമ്മൾ വന്നിട്ടുള്ളതുകൊണ്ട് തണുപ്പ് നല്ലോണം ഉണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ ഒരു ഫൗണ്ടൻ, ആ ഫൗണ്ടന്റെ അപ്പുറം ദൂരെ കൊട്ടാരം നമുക്ക് കാണാം. അപ്പൊ കൊട്ടാരത്തിലേക്കുള്ള ഒരു എൻട്രി പോലെ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ നേരെ ഈ കടല് കാണും. കടലിൽ നിന്ന് ഇങ്ങനെ വെട്ടിയിട്ടുള്ള ഈ തുറമുഖത്തിന്റെ കടല് കാണും. അപ്പൊ അങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ രണ്ട് സൈഡിലും 4 സ്തൂപങ്ങൾ കണ്ടു. ആ സ്തൂപങ്ങൾ ഒരു പ്രസിദ്ധമായ ഒരു ഡാനിഷ് കപ്പൽ കമ്പനി, ഷിപ്പിംഗ് കമ്പനി സമ്മാനിച്ചതാണ്. ആ പാർക്ക്, അവിടെയുള്ള പാർക്ക് സെറ്റ് ചെയ്ത് ഈ തൂണുകൾ, വെങ്കല തൂണുകൾ 83-ല് 1983-ലാണ് അവരത് സമ്മാനിച്ചത്, നഗരത്തിന് സമ്മാനിച്ചതാണ്. അവിടുന്ന് നോക്കിയാൽ നമുക്ക് നേരെ അകത്ത് ഈ പാലസ് കാണാം. ഈ പാലസിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ തുറമുഖം അകത്തേക്ക് കയറിയിട്ടുള്ള, ഹാർബറിന് അകത്തേക്ക് കയറിയിട്ടുള്ള കടലിന്റെ മറുകരയില് കോപ്പൻഹേഗൻ ഓപ്പറ ഹൗസ് കാണാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഈ കരിങ്കല്ല് ചെറിയ പീസായിട്ട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള പീസുകൾ അടുക്കി നിരത്തിയിട്ടുള്ള പേയ്മെന്റ് ആണ്. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നടുവില് ഈ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു വലിയ റൗണ്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ ടൗൺ സ്ക്വയർ ഒക്കെ പോലെ ഒരു ടൗൺ റൗണ്ട്, നമ്മുടെ തൃശ്ശൂർ റൗണ്ടൊക്കെ പോലെ ഉള്ളിലൊരു, അത്ര വലുതല്ല, ചെറിയ ഒരു റൗണ്ട്. അതിന് ചുറ്റും ബിൽഡിങ്ങുകളാണ്. അതിലാണ് ഈ കൊട്ടാരത്തിലെ പട്ടാളക്കാരും, ആ കാലത്ത് പട്ടാളക്കാരും സൈനികരും ഈ പാറാവുകാരും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലം. ഡെൻമാർക്ക് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക ശീതകാല വസതിയായ അമാലിയൻ ബോർഗ് കൊട്ടാരം യൂറോപ്യൻ വാസ്തുശൈലിയായ റൊക്കോക്കോ വാസ്തുശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ പാലസ് സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ റൗണ്ട് ഷേപ്പിലാണെന്ന് പറയില്ല, ആ റൗണ്ടിൻ്റെ നടുവിൽ ഒരു അശ്വാരൂഢനായിട്ടുള്ള രാജാവിൻ്റെ വെങ്കല പ്രതിമ വെച്ചിട്ടുണ്ട്. ഫെഡറിക് 5-ാമൻ രാജാവിൻ്റെ അശ്വാരൂഢ പ്രതിമയാണ്. ഫ്രഞ്ച് ശില്പിയായ ജാക്വസ് സാലിയാണ് ഈ വെങ്കല പ്രതിമ നിർമ്മിച്ചത്. 1771 സ്ഥാപിച്ച ഈ പ്രതിമയ്ക്ക് ധനസഹായം ചെയ്തത് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. മാർബിളിന്റെ വലിയ തൂണിന്റെ മീതെയാണ് ഈ വെങ്കല പ്രതിമ വെച്ചിട്ടുള്ളത്. അതൊരു നവ മോഡേൺ ശില്പ മാതൃകയിൽ ചെയ്തിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അവർക്ക് അതിന് കുറെ പേരുകളുണ്ടല്ലോ, അങ്ങനെ ഒരു രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ശില്പമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ യൂറോപ്യൻ നഗരങ്ങളിൽ പോകുമ്പോൾ മുഴുവൻ നമ്മൾ കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കൊട്ടാരത്തിന് മുമ്പിൽ പാറാവുകാർ എല്ലാ മണിക്കൂറിലും ചേഞ്ച് ചെയ്യും, അനങ്ങാതെ നിൽക്കണം അവർ 1 മണിക്കൂർ. അത് കഴിയുമ്പോൾ അവരെ വന്നിട്ട് അടുത്ത ആൾക്കാർ വന്നിട്ട് പാറാവുകാർ ചേഞ്ച് ചെയ്യും. അതൊരു കാണാൻ ഭയങ്കര കൗതുകമുള്ളൊരു
കാഴ്ചയാണ്. ഞാനത് ആദ്യം കാണുന്നത് മോസ്കോയിൽ ക്രെംലിൻ്റെ മുമ്പിലാണ്. ഈ പട്ടാളക്കാർ മാറുന്ന അത് ഇവിടെ ഉണ്ടായിരുന്നു. ഈ കൊട്ടാരത്തിന് സുരക്ഷ ഒരുക്കുന്നത് ഡാനിഷ് റോയൽ സൈന്യത്തിൻ്റെ സൈനികരാണ്. ഇവരുടെ വസ്ത്രധാരണമൊക്കെ മറ്റു സൈനികരിൽ നിന്ന് വ്യത്യസ്തമാണ്. തലയിൽ കരടിയുടെ രോമം കൊണ്ടുള്ള തോല് കൊണ്ടുള്ള രോമത്തൊപ്പി, വലിയ രോമത്തൊപ്പി ഒരു ഭയങ്കര ഡിഫറൻസാണ്, കാണാൻ കൂടുതൽ ഭംഗിയാക്കുന്നതാണ്. പട്ടാളക്കാരുടെ മാർച്ചിങ്ങും പട്ടാളക്കാർ ചേഞ്ചിങ് സെറിമണിയും ഒക്കെ കാണാൻ പറ്റി. അതൊക്കെ ഷൂട്ട് ചെയ്തു. When they have changed, we do have to walk. But I have to count. They said we have to be 28. ഈ കൊട്ടാരത്തിൻ്റെ പുറകിൽ മാർബിൾ ചർച്ച് എന്ന് പറയുന്ന ചേർച്ച് ഉണ്ട്. അതിൻ്റെ പച്ച ഇതിലുള്ള മീനാരം, ഈ കൂർത്ത മീനാരം നമുക്ക് അകത്തുനിന്ന് കാണാൻ പറ്റും. ഈ മാർബിൾ ചേർച്ചും ഈ കൊട്ടാരവും പിന്നെ ഓപ്പോസിറ്റ് ഹാർബറിന് അപ്പുറത്ത് ഉള്ള നമ്മളുടെ ഓപ്പറ ഹൗസും ഒരേ നേർരേഖയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരേ ലൈനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ചേർച്ച് നമ്മൾ പുറമേ നിന്ന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. ഈ മാർബിൾ ചേർച്ചിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല. ഇവിടുന്ന് പുറത്തേക്ക്, കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒരു വഴിയിലൂടെ പിന്നെയും ഞങ്ങൾ നടന്നു പോയി. ആ ഗ്രൂപ്പ് മൊത്തം നടന്നു പോയി. രണ്ട് സൈഡിലും കടകളും ഭയങ്കര എക്സ്പെൻസീവാണ് അവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വഴിയിലൂടെ ഞങ്ങൾ നടന്ന് അതിൻ്റെ അറ്റത്തെത്തുമ്പോൾ ഒരു ജംഗ്ഷൻ പോലൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ ആ ആൽബൈൻ ചർച്ചും മറ്റേ ഫൗണ്ടനും ഒക്കെ എത്തും. അപ്പോൾ ഈ ജംഗ്ഷനിലാണ് അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ പേര് മ്യൂസിയം ഓഫ് ഡാനിഷ് റെസിസ്റ്റൻസ് എന്നാണ്. ഈ മ്യൂസിയം കംപ്ലീറ്റ്ലി അണ്ടർഗ്രൗണ്ടിലാണ്.
അത് 2012 ഒരു തീപിടുത്തത്തിൽ കംപ്ലീറ്റ് നശിച്ചുപോയി. നാസി ഇൻവേഷൻ ഉണ്ടായ സമയത്ത് ഡാനിഷ് പോരാളികൾ അവർക്കെതിരെ നടത്തിയ ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ സ്മാരകമാണിത്. അതിനകത്ത് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന യുദ്ധ സാമഗ്രികളും അതിൻ്റെ ടെക്നിക്കുകളും അന്നത്തെ വീരനായകന്മാരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് അന്ന് സമയം കുറവായതുകൊണ്ട് വൈകുന്നേരം പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ വളപ്പിന്ന് പുറത്ത് വന്ന് ആ മ്യൂസിയത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവിടെ ഞങ്ങളുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ബസ്സിൽ കയറി. And now it's much easier for you to see the National Theatre to the left. If you look down to the right, you have a street going down there. That is our pedestrian street. If you walk through the pedestrian street, you come down to our city hall, and just. അങ്ങനെ ഈ ബസ്സിൽ കയറിയിട്ട് ഈ കൊട്ടാരത്തിൻ്റെ പുറകുവശത്തുള്ള ഈ മാർബിൾ ചർച്ചിൻ്റെ അവിടെയാണ് പിന്നെ ബസ് നിർത്തുക. അങ്ങനെ അവിടെ കൊണ്ടുപോയി ബസ് നിർത്തി മാർബിൾ ചർച്ച് കണ്ടു, അതിൻ്റെ മീനാരം ഒക്കെ കണ്ടു. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഉച്ചഭക്ഷണത്തിന് പോവുകയാണ്. ഉച്ചഭക്ഷണത്തിന് പോകുന്നത് കുറേ ദൂരെയാണ്, അപ്പോൾ നടന്നു പോകണം. വേറൊരു കനാലുണ്ട്. ഈ കനാലുകൾ അധികവും മനുഷ്യനിർമ്മിതമാണ്. ഇത് ഡച്ച് അർബൻ പ്ലാനിങ്ങിൻ്റെ രീതിയിൽ ഹോളണ്ടിലുള്ള കനാലുകളുടെ മാതൃകയിൽ 1600കളിൽ അന്നത്തെ രാജാവ് നിർമ്മിക്കാൻ ഓർഡർ ഇട്ടിട്ട് മനുഷ്യൻ നിർമ്മിതമായിട്ടുണ്ടായ കനാലുകളാണ്. അപ്പോൾ ഈ കനാലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗരത്തിനുള്ളിലൂടെ മുഴുവൻ കനാലുകളുണ്ട്. അതുകൂടെ ജലപാതയാണ്. യാത്രികർക്കും സഞ്ചാരികൾക്കും അതിലെ ബോട്ടിൽ യാത്ര ചെയ്യാം. തുറമുഖത്തിൻ്റെ വികസനത്തിനും നഗരത്തിൻ്റെ ആസൂത്രണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ കനാലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കരയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നേരത്തെ പോയ പാലസിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് പെട്ടെന്ന് വാഹനങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ നമ്മളുടെ അത്ര തന്നെ വലുപ്പം വരുന്ന വലിയ ബോളുകൾ, കല്ലിൻ്റെ മാർബിളാണോ മറ്റോ എന്തെങ്കിലും കല്ലാണോ എന്നറിയില്ല, കല്ലുകൊണ്ടുള്ള സ്റ്റോൺ ബോൾസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ നടന്ന് വലതുവശത്തുള്ള ഒരു തോടുണ്ട്. ആ തോടിൻ്റെ കരയിലൂടെ നടന്ന് ഒരു പാലം കയറി ഇറങ്ങി അപ്പുറത്തെത്തുമ്പോൾ ഗൈഡ് നമ്മളെ നിർത്തിയിട്ട് വെള്ളത്തിനടിയിൽ കുറേ ശില്പങ്ങൾ കാണിച്ചു. പക്ഷെ നമുക്ക് ഞാൻ ഫോട്ടോ എടുത്തു, പക്ഷേ ഫോട്ടോയിൽ അത് കിട്ടില്ല. അത് വേലിയിറക്ക സമയത്ത് നന്നായി കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വേലിയേറ്റ സമയം ആയതുകൊണ്ട് വെള്ളം അതിൻ്റെ മീതെ നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റില്ല. അതും ഈ ജലത്തിനടിയിൽ ഉള്ള മത്സ്യകന്യക പോലെ അതിലുള്ള പുരുഷൻ, അതിലൊരാൾ പുറത്തേക്ക് ഭൂമിയിലേക്ക് വരികയും ഇവിടെയുള്ളൊരു കന്യകയുമായിട്ട് പ്രണയത്തിലാവുകയും അയാളെ കാത്തു നിൽക്കുന്ന കുടുംബത്തിൻ്റെ ശില്പമാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടക്കാൻ തുടങ്ങി. നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് തന്നെ പോകണം. വാക്കിംഗ് സ്ട്രീറ്റ്സ് ആണ് എല്ലാം. ഈ കരിങ്കല്ല് ചെത്തി മിനുക്കിയ കരിങ്കല്ല് പതിച്ചിട്ടുള്ള മനോഹരമായ നടപ്പാതയാണ്. ഈ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഉണ്ടാക്കാൻ, കാരണം അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. വളരെ വിശാലമായ ഒരു 50 മീറ്റർ, 50 മീറ്റർ ഉണ്ടാവില്ല, ഒരു 100 ഫീറ്റ് എന്തായാലും വീതി ഉണ്ടാവും.
വഴി രണ്ട് സൈഡിലും ബിൽഡിങ് ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ആയിട്ടുള്ള വഴികളിലൂടെ ഞങ്ങൾ നടന്നു. അപ്പോൾ ഗൈഡ് മുമ്പിൽ പോയിട്ടുണ്ട്, പുറകെ ഞങ്ങളെല്ലാവരും നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു വശത്ത് നമ്മളുടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പം നീളം ഉള്ള ഒരു ബുക്ക് ഷോപ്പുണ്ട്. ആ ബുക്ക് ഷോപ്പ് ഇങ്ങനെ അടുത്ത സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കേവ് ഷേപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഫ്രണ്ടിൽ നമുക്ക് അകത്ത് പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച് കാണാൻ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ്. ഡാനിഷ് ബുക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ബുക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പുറത്ത് അവർ മഴയില്ലാത്ത സമയത്ത് ആളുകൾക്ക് നോക്കാനും വാങ്ങിക്കാനും വേണ്ടി പുസ്തകങ്ങൾ സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ പുസ്തകങ്ങളുണ്ട്, പക്ഷെ അതിനെല്ലാം കവർ ഇട്ടിട്ടുണ്ട്, പൊളിത്തീൻ കവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അകത്ത് കാണാം, പക്ഷെ അത് സിബിട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. പുറത്ത് ഷെയ്ഡൊന്നുമില്ല. അപ്പം മഴ പെയ്താൽ ഈ പുസ്തകങ്ങൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഭദ്രമായിട്ട് സിബിട്ടിട്ടുള്ള കവർ ഇട്ടിട്ട് ഈ ബുക്ക് സ്റ്റാൻഡുകളുണ്ട്. അതൊരു വലിയ കാഴ്ചയാണ്. ഈ പുസ്തകപ്രേമികൾക്ക് കണ്ടാൽ കൊതിയാവും. കാര്യം വായിച്ചൊന്നും മനസ്സിലാവില്ല. അവരുടെ ഡാനിഷ് ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് അധികം.我是喜欢独一无二的。അതിൻ്റെ ഉള്ളിൽ കോഫി ഷോപ്പുണ്ട്. പുസ്തകം മേടിക്കാൻ വരുന്ന ആൾക്കാർ കുറേ നേരം നോക്കിയതിന് ശേഷം തളർന്നാൽ ഒരു കോഫി കുടിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കോഫി ബാറുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് ഞങ്ങൾ അവസാനം ഈ എല്ലാ ടൂറിസ്റ്റ് ഗൈഡുകൾക്കും അവരുടെ ഒരു സ്ഥിരം ഭക്ഷണശാല ഉണ്ടാവും. അവിടേക്ക് അവർ എത്ര ദൂരം നടത്തിയിട്ടായാലും കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നല്ല 3 കോഴ്സ് ലഞ്ച് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും അവിടുന്ന്. അപ്പം എൻ്റെ കുറച്ച് ഷോട്ടുകൾ ആ തെരുവിൻ്റെ ഭംഗി കണ്ടിട്ട് ആ തെരുവിലൂടെ ഞാൻ നടക്കുന്നതിൻ്റെ 1-2 ഷോട്ടുകൾ നാസി എൻ്റെ ക്യാമറയിൽ എടുത്തു തന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പോയത് ബോട്ടിങ്ങിനാണ്. ബോട്ടിങ്ങിന് അതൊരു മെയിൻ ഇവൻ്റാണ്. ഈ കോപ്പൻഹേഗനിൽ വന്നാൽ ബോട്ടിങ്ങിന് പോകാൻ പാടില്ല. അതൊരു മനോഹരമായൊരു സ്ഥലത്ത് ബസ്സിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി അവിടെ നിന്ന് തന്നെ നടന്നു പോകണം. പോകുന്ന വഴിക്ക് വലിയ കൂറ്റൻ ശില്പങ്ങളും നിറയെ സഞ്ചാരികളും ഒക്കെയുള്ള സ്ട്രീറ്റിലൂടെ നടന്നു പോകണം. ആ സ്ട്രീറ്റിൽ ബസ്സുകൾക്ക് പെർമിഷനില്ല, കാറുകൾ പോവും, പക്ഷെ അധികവും സൈക്കിളുകളാണ്. പലതരത്തിലുള്ള സൈക്കിളുകൾ, സ്ത്രീകളും സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളും ഒക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫ്രണ്ടിൽ ക്യാബിൻ പോലെയുള്ള സ്ഥാനത്തിൽ കുട്ടികളെ വെച്ചിട്ടുള്ള 3 ചക്രമുള്ള സൈക്കിളുകളും 2 സൈക്കിളുകളും സഞ്ചാരികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പച്ച കളറിലും മഞ്ഞ കളറിലുള്ള സൈക്കിളുകളിലൊക്കെയാണ് ഈ ആളുകൾ യാത്ര ചെയ്യുന്നത്. ആ വഴിയിലൂടെ പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ചെരിഞ്ഞ രശ്മികൾ ഈ തോടിൻ്റെ മറുകരയിലുള്ള ബിൽഡിങ്ങുകൾ മനോഹരമായി മഞ്ഞയും ചുവപ്പും പച്ചയും ഒക്കെ കളറിൽ പെയിൻറ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്.
ആ ബിൽഡിങ്ങിൻ്റെ മീതേക്ക് ഈ സൺലൈറ്റ് വീണിട്ട് അതിമനോഹരമാണ് കാണാൻ. ഇപ്പുറത്ത് ഞങ്ങൾ നടക്കുന്ന സ്ഥലത്ത് തണലും, മറ്റേ സൈഡിൽ ബിൽഡിങ്ങിൽ മുഴുവൻ വെയിലും, നടുവിൽ ബോട്ടുകൾ പോകുന്ന കനാല്. അപ്പോൾ അങ്ങനെ ഗൈഡ് കൊണ്ടുവന്ന് ഞങ്ങളെ അതിലൂടെ നടന്ന് ഞങ്ങൾ പോയിട്ട് ഈ ബോട്ടിൽ കയറി. ബോട്ടിൽ അകത്തിരുന്നിട്ട് കാണാം. ഈ റൂഫ് ഗ്ലാസ് ഇട്ടിട്ടുള്ള ബോട്ടാണ്. അകത്തിരുന്നാലും കുറേയൊക്കെ കാണാം. പക്ഷെ ഞങ്ങൾ പുറത്ത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അവിടെ ആദ്യം ഓടിപ്പോയി അവിടെ സീറ്റ് പിടിച്ചു. പിന്നെ ആ കനാലിലൂടെയുള്ളൊരു യാത്ര സ്വപ്നതുല്യമായ യാത്രയാണ്. ഈ രണ്ട് സൈഡിലും, ഈ തോടിൻ്റെ രണ്ട് കരകളിലും മനോഹരമായ പെയിൻറ് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകൾ, പിന്നെ പാലങ്ങൾ. അപ്പോൾ ഈ പാലത്തിനടിയിൽ കൂടെ ഈ ബോട്ട് പോകും. ചില പാലങ്ങൾ ഇത്തിരി താണതാണ്, അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്ന് അവർ അനൗൺസ് ചെയ്യും. എഴുന്നേറ്റ് നിന്നിട്ട് കൈ വെക്കി കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ തൊടാൻ പറ്റാതെ അപകടം വരുത്തി വയ്ക്കുന്നുള്ളതുകൊണ്ടാണ് എഴുന്നേക്കരുത് എന്ന് പറയുന്നത്. അതിലിരുന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ പലതരം ബിൽഡിങ്ങുകൾ, രണ്ട് വശത്തുള്ള കൊട്ടാരങ്ങൾ, ആളുകൾക്ക് താമസിക്കാനുള്ള പണ്ടുണ്ടായിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ, ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകൾ. Ja, så har vi altså det gamle Tullhus, men københavnerne kalder det jo gerne den grønne cigar. Det var altså her, som alle bådene, der kom ind til Københavns havn, skulle betale. So it's to create this cool effect. So when the sun in the mornings is over there on your left-hand side and hits the water just right, it reflects up and creates this mist. Så I kan sikkert at drikke vandet der, for det fantes nogle kælder over i bølgen, som jeg endnu et forsøg på at skabe lidt mere livsfri internationale kunst eller den interesting architecture. Så der er masser af et totalt part of Amager. Copenhagen consists of many islands, and this island starting right here is Amager. ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് കോപ്പൻഹേഗൻ ഓപ്പറ ഹൗസാണ്. അതൊരു അതിമനോഹരമായ നിർമ്മിതിയാണ്. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് സൈഡിൽ പഴയ ചില നാവികസേന ഉപയോഗിച്ചിരുന്ന പഴയ മുങ്ങിക്കപ്പൽ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പഴയ മോഡലാണ്, ഇപ്പോൾ ഉപയോഗിക്കാത്ത പഴയ മോഡൽ മുങ്ങിക്കപ്പലുകൾ. പിന്നെ നേവിയുടെ ചില ഷിപ്പുകൾ ഒക്കെ അവിടെ കിടപ്പുണ്ട്.
അപ്പം അതെല്ലാം ആ കാഴ്ചകളെല്ലാം കണ്ട് ഈ കപ്പലുകളിലും ബോട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്ന ഈ ഫ്യൂവൽ കൊണ്ടുപോകാനുള്ള ടാങ്കുകളാണ്. ചുറ്റും ടയറുകൾ കെട്ടി വെച്ചിട്ടുള്ള ചെയിനുകളാൽ ടയറുകൾ ബന്ധിച്ചിട്ട് ഈ ടാങ്കുകളുടെ മീതെ വെച്ചിട്ടുണ്ട്. അത് ഈ പൊങ്ങിക്കിടക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള ചില കറുത്ത ടാങ്ക് പോലെയുള്ള സാധനങ്ങൾ അതൊക്കെ കണ്ട് പോകുമ്പോൾ നമ്മൾ രാവിലെ കണ്ട മെർമെയ്ഡിൻ്റെ പ്രതിമ ഇപ്പോൾ ഈ തോട്ടിൽ നിന്നുള്ള വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഇടയിൽ ചെറിയ മഴച്ചാറ്റലുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ രസകരമായിട്ടുള്ള ഒരു കനാൽ യാത്ര. Because as you can see, we are now back where it once started with the level. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് സൂവിലേക്കാണ്. സൂ ഒന്നും സാധാരണ യാത്രകൾക്ക് പോകുമ്പോൾ ആരും വെന്നീസൊന്നും ഈ സൂവിലൊന്നും കൊണ്ടുപോകാറില്ല. കാരണം അതിനേക്കാൾ വലിയ കാഴ്ചകളാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അപ്പോൾ സൂവിൽ പോയിട്ട് സമയം കളയണ്ടെന്ന് വെച്ചിട്ട് സാധാരണഗതിയിൽ പോകാറില്ല. പക്ഷേ ഇവിടുത്തെ സൂവിൽ പോകണമെന്ന് ബെന്നിക്ക് നിർബന്ധം. അങ്ങനെ അന്നത്തെ അവസാനത്തെ പരിപാടിയായിട്ട് സൂവിൽ പോകാൻ തീരുമാനിച്ചു. സൂവിൻ്റെ ഉള്ളിലൊരു ടവറൊക്കെ ഉണ്ട്. ഒരു ചൈനീസ് ജാപ്പനീസ് മോഡലിലുള്ളൊരു ടവറാണ്. അവിടെ ചെല്ലുന്നവരെ അതിൻ്റെ കാര്യം ബെന്നി പറഞ്ഞില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ സന്തോഷം പങ്കിടുന്നത്. അതായത് നമ്മൾ ഈ ഫുൾ നോർത്ത് പോളിൽ പോയി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ ഉള്ള 2500 ഹിമക്കരടികളുണ്ട്, പോളാർ ബെയറുണ്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും അത് അറ്റാക്ക് ചെയ്യാം, തോക്കുമായി നടക്കാൻ അനുവാദമുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വാൾബാർഡിലും ഗ്രീൻലൻഡിലും ഐസ്ലാൻഡിലൊക്കെ ഈ ഹിമക്കരടികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ഹിമക്കരടീനെ പോലും നമുക്ക് കാണാൻ കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും ഒരു പരാതിയായിട്ട് ആ സമയത്ത് ഗ്രീൻലൻഡിലും ഐസ്ലാൻഡിലും ഒക്കെ പോയ സമയത്ത് ഹിമക്കരടിയെ കണ്ടില്ല എന്നുള്ളതൊരു പരാതിയായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പം ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ബെന്നി ഈ സൂവിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ സൂവിനകത്ത് അവരുടെ ഒരു ഹാബിറ്റാറ്റ് കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ട് അതിനകത്ത് പോളാർ ബെയറുകളുണ്ട്. ഈ പോളാർ ബെയറുകളെ വളരെ അടുത്ത് നിന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഭാഗ്യത്തിന് ഈ പോളാർ ബെയറുകളിൽ ഒരെണ്ണം പുറത്ത് വെയിൽ കാഞ്ഞിരിക്കുന്നുണ്ട്. അവൻ ഫോട്ടോയ്ക്ക് മനോഹരമായിട്ട് പോസ് ചെയ്യുന്ന ഇതാണ് എൻ്റെ നല്ല ആംഗിൾ, ഈ ആംഗിളിൽ എടുക്കുമെന്നൊക്കെ പറയണ മാതിരി തല ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയും പിന്നെ കഴുത്ത് തിരിക്കുകയും നമ്മുടെ സൈഡിലേക്ക് നോക്കുകയും ഒക്കെ ചെയ്ത് ബാക്കി അപ്പോഴാണ് ഈ ഹിമക്കരടിയുടെ ഈ പോളാർ ബെയറിൻ്റെ റിയൽ സൈസ് നമുക്ക് മനസ്സിലാകുന്നത്. 1000 കിലോ വരെ ഭാരം വരുന്നതാണ് ആൺകരടി. അങ്ങനെ ഒരുത്തനാണ് പുറത്ത് ഇരിക്കുന്നത്. അപ്പം ഇവൻ അത്ര മുതിർന്ന ആളല്ല എന്നാണ് പറയണത്. ഇനിയും വലുപ്പം വരും എന്നാണ് ഗൈഡ് പറയണത്. അപൂർവമായ കാഴ്ച കണ്ടതിൻ്റെ ആഹ്ലാദത്തിൽ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൃപ്തിയാവില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് അതിനെതിരെ കൂക്കി വിളിക്കുക, അതിനെ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ മലയാളി പരിപാടികളൊക്കെ അവിടെ യാത്രകളെടുത്തു. പക്ഷേ അവരാരും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടെ തന്നെ ഇരുന്നു. ഹിമക്കരടിയുടെ അടുത്ത് നിന്ന് കുറേ നേരം നിന്ന് കണ്ട് അതിൻ്റെ ഒരു ആഗ്രഹം തീർന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് സീലുകളെ വളർത്തുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ സൈഡ് മുഴുവൻ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സീല് വെള്ളത്തിനടിയിൽ കൂടെയൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് തലകുത്തി പറഞ്ഞ അഭ്യാസങ്ങളൊക്കെ കാണിച്ച്
ഭയങ്കര അറ്റൻഷൻ സീക്കേഴ്സാണ്. സീലും മുഖം ഒരു പൂച്ചയുടെ ഒരു കരടിയുടെ ഒക്കെ പോലെ മുഖമുള്ള സീലുകൾ അതിനെ വളർത്തുന്ന ടാങ്കിൽ പോയി കുറേ നേരം അവരുടെ വികൃതിയും കുസൃതിയൊക്കെ കണ്ടു നിന്നു. പിന്നെ ഈ ആർട്ടിക് പ്രദേശത്ത് കാണുന്ന ചില പക്ഷികൾ, നമ്മുടെ കൊക്കിനെ പോലെയൊക്കെയുള്ള ആർട്ടിക് പ്രദേശത്ത് ചില പക്ഷികൾ, പിന്നെ സിംഹങ്ങൾ ഇങ്ങനെ കൂളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. സിംഹികളും ഒക്കെ കണ്ട് ഞങ്ങൾ സൂവിലെ കാഴ്ചയും പൂർത്തിയാക്കി. പിന്നെ നേരെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ വന്ന് ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ബാഗൊക്കെ എടുത്തിട്ട് എയർപോർട്ടിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ബാഗും ലഗേജൊക്കെ എടുത്തിട്ട് നേരെ കോപ്പൻഹേഗൻ എയർപോർട്ടിലേക്ക് പോയി. ലുഫ്താൻസയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. Welcome to Frankfurt Airport. In just a few minutes, we will arrive at Terminal 1. To receive your luggage, please follow the signs for baggage claim. If you are booked on a Lufthansa connecting flight and still need a boarding pass, please go to the next Lufthansa service counter. Line services. Lufthansa and its Star Alliance partners wish you a Um Ihr Gepäck entgegenzunehmen, folgen Sie bitte den Hinweisschildern zur Gepäckausgabe. Wenn Sie einen Lufthansa-Anschlussflug gebucht und Ihre Bordkarte noch nicht erhalten haben, wenden Sie sich bitte an einen Lufthansa-Service-Schalter. Haben Sie Ihre Bordkarte bereits erhalten, drücken Sie bitte auf den Informationsmonitoren hier im Bus. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിനകത്ത് കയറിയപ്പോൾ നമ്മുടെ ഒപ്പമുള്ള ആളുകൾ ചിലർ ഫ്ലൈറ്റിനകത്ത് ഞാൻ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഹിമക്കരടിയെയും കണ്ടുകൊണ്ട് നോർത്ത് പോൾ യാത്ര അവസാനിപ്പിച്ചു. നോർത്ത് പോളിൽ ഈ യാത്ര പോയപ്പോൾ അത് അവിടുത്തെ സമ്മറായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് മനസ്സിൽ ഒരു ആഗ്രഹം പ്രകൃതിയോട് പറഞ്ഞു, നേച്ചറിനോട് പറഞ്ഞു, വീണ്ടും ഒരിക്കലും എനിക്ക് ഇവിടെ വരാൻ കഴിയണേ, അതൊരു വിൻ്ററിലായിരിക്കണേ എന്ന് ഞാൻ നേച്ചറിനോട് പറഞ്ഞുകൊണ്ടാണ് വിമാനത്തിൽ മടങ്ങി നാട്ടിലേക്ക് പോകുന്നത്. കാലം ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കാത്തുവച്ചിട്ടുണ്ടായിരുന്നു.